ACC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം അധ്യക്ഷ നമ്മുടെ പ്രിയപ്പെട്ട MLA വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിമന്യനായിട്ടുള്ള സ്വാമി അച്യുതനാഥ പ്രിയങ്കരനായ ശ്രീ PJ ജോഷുവ, പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം മനസ്സിലാകുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം 1000 പൗർണമിയുടെ എല്ലാ പ്രഭയും ഇപ്പോഴും ഞങ്ങളെക്കാൾ ചെറുപ്പമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു വരുമ്പോൾ ഈ കുശാഗ്ര പ്രദേശത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വായനശാലയിൽ ഇരണം എന്ന് പറയുന്ന വായന മാസിക എഴുതി തുടങ്ങിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 400ഓളം നാടകങ്ങളിലൂടെ 1000 പാട്ടുകൾ നാടകകാലങ്ങളിലേക്ക്. ഈ 1000 പാട്ടുകൾ ഈ തൂലികയിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് സഹധർമ്മിണിലൂടെ ഇരിക്കുന്നുണ്ട്. അതെത്രമാത്രം നാടക പ്രസ്ഥാനത്തിന് വിലപ്പെട്ടുള്ളതായി മാറി, നമ്മുടെ നാടിന് വിലപ്പെട്ടുള്ളതായി മാറി എന്ന് ഞാനെടുത്ത് വരേണ്ട സാഹചര്യമില്ല. അപ്പോൾ മലയാള നാടക ഗാന പ്രസ്ഥാനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നാമമായിട്ട് കുശാഗ്രശ്രവൺ മാറിയത് അദ്ദേഹത്തിൻ്റെ ആ രംഗത്തുള്ള പ്രതിഭയുടെ ഏറ്റവും വലിയ തെളിവായിട്ടുള്ളതാണ്. ഇന്ന് നാടകം നന്നായിട്ട് കൂടുതൽ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരുന്നതാണ്. അത് അതിനെയൊക്കെ സ്വാധീനിക്കുന്ന നാടകഗാനങ്ങൾ ഇപ്പോഴും മനസ്സിലൊക്കെ തെറ്റുമ്പോൾ നമുക്ക് മറഞ്ഞു പോകാത്ത എത്രയോ നല്ല നല്ല പ്രഗത്ഭമായ നാടകഗാനങ്ങൾ നമുക്ക് വേണ്ടി കിടന്ന പ്രഗത്ഭരായിട്ടുള്ള ഗാനരചയിതാക്കളുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നാടക ഗാന ശാഖയ്ക്ക് ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്ത വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ വെറും സത്യത്തിൽ നമ്മുടെ കലാകാരന്മാരെ എടുത്ത് നോക്കി അവരൊന്ന് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും മിക്കവാറും. ഇപ്പം നാടകഗാനം എഴുതുന്നത് നാടകഗാനത്തിൽ മാത്രം. ഷാഹുസാഹിബിനല്ല, അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട് നിവേദ്യം. നിവേദ്യം എന്ന് പറഞ്ഞ നോവൽ നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായാലും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആവർത്തന വ്യവസ്ഥ വരും. അദ്ദേഹം അതുകൊണ്ട് ചിലകഥാ സമാഹാരം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട്, ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഈ നാടക കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കാലത്തെ ഓർമ്മകളെല്ലാം കുട്ടിക്കൊണ്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ, അതുപോലെ തന്നെ മൊഴി തേനും വയപ്പം തുടങ്ങിയ കവിതകൾ, നിവേദ്യം എന്ന് പറഞ്ഞ നോവല്, ഇതൊക്കെ പാട്ടെഴുതുന്നതോടൊപ്പം തന്നെ നാടകത്തിൻ്റെ പാട്ടെഴുതുന്നതോടൊപ്പം തന്നെ സാഹിത്യത്തിൻ്റെ എല്ലാ ശാഖകളിലും കൈവച്ച് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ്. ഇതിനെല്ലോപരിയായി അധ്യാപക വൃത്തിയിൽ നിന്നും സാധാരണ എറണാകുളത്തിനടുത്തായിട്ട് കൊച്ചിക്കടുത്തായിട്ട് സിനിമയിലേക്ക് പോകാമായിരുന്നു. സിനിമയുടെ വലയത്തിലേക്കൊക്കെ പോകാമായിരുന്നു. പക്ഷേ സിനിമയിലെ വലയത്തിലേക്ക് പോകുന്നതിനപ്പുറത്ത് അധ്യാപക വൃത്തിയിൽ നിന്നുകൊണ്ട് അധ്യാപകനായി നിന്നുകൊണ്ട് നമ്മുടെ
സമൂഹത്തിന് ഇത്രയും വലിയ വിലപ്പെട്ട സംഭാവനകൾ നമ്മുടെ സാഹിത്യത്തിൽ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നതാണ്. ഇത്രയും വലിയ ഒരു വ്യക്തിത്വം നമ്മുടെ മുന്നിൽ ഇങ്ങനെ 1000 പുണ്യജന്മാരെ കണ്ടു നിൽക്കുമ്പോൾ അതിനെ ആദരിക്കാൻ ഈ സമൂഹവും രാവിലെ മുതലേ ഇന്ന് വൈവിധ്യമാർന്ന പരിപാടികളുമായി ഒത്തുകൂടി എന്ന് കാണുന്നത് എനിക്ക് അതിയായ സന്തോഷം. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സംഗീത നാടക അക്കാദമി അവാർഡൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ വളരെ സന്തോഷിച്ചതാണ്. ഈ പ്രദേശമാകമാനം സന്തോഷിച്ചതാണ്, നാട് ആകെ സന്തോഷിച്ചതാണ്. ഞാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലഘട്ടത്തിൽ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ ബഹുമാനവും സ്നേഹമുള്ള ഒരു വ്യക്തിത്വം കൂടിയായതുകൊണ്ട് ഈ പരിപാടി നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ പരിപാടി കൂടിയാവുന്നു എന്നുള്ളതാണ്. സാഹിത്യവും സംസ്കാരവും പാട്ടുമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഞാൻ ഈ ഏറെ വൈകിയ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള പ്രതിഭ കൊണ്ട് നമ്മുടെ നാടിനെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു മകൻ വ്യക്തിത്വത്തെയാണ് ഇത് നമ്മളെല്ലാവരും ഇവിടെ ആദരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. ഈ നാടിൻ്റെ മുഴുവൻ പേരിലും അദ്ദേഹത്തിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയസ്സിൻ്റെ പ്രായാധിക്യമൊന്നുമില്ല, ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പണിയിൽ നിൽക്കുകയാണ് അവൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും കുറേ കാലം കൊണ്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ശ്രമങ്ങളാകട്ടെ. അദ്ദേഹത്തിൻ്റെ തൂലിക ചലിക്കുന്നത് ഇനിയും നാടിന് വേണ്ടിയാകട്ടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എഴുതുന്നത് കേവലം ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല, എഴുത്തുകാർ എഴുതുമ്പോൾ ആ എഴുത്തിലൂടെ അവർ മഹത്തരമായ സന്ദേശങ്ങൾ നാടിന് പകർന്നു നൽകാറുണ്ട്. നാടിന് മാത്രമല്ല ഭരിക്കുന്നവർക്കും കൊടുക്കാറുണ്ട്. അത് ചിലരത് കറക്റ്റ് ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റി, ചിലരത് തന്നെ വെല്ലുവിളിക്കുന്നതായി കണക്കാക്കി എഴുതുന്നവരെ ശരിപ്പെടുത്തും. വർത്തമാനകാലത്ത് ഇത് രണ്ടുമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എഴുതുക എന്ന് പറയുന്നത് തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ്. വർത്തമാനകാലത്തെ അത് പാട്ടായാലും ശരി, നമുക്കറിയാം. നമ്മുടെ പാട്ടെഴുത്തുകാരെ കുറിച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓട്ടങ്ങളിൽ നിന്ന് കുഞ്ഞുനമ്പ്യാരുടെ കാലഘട്ടത്തോട് തുടങ്ങിയാൽ അന്ന് കാലം ആക്ഷേപഹാസ്യത്തിലൂടെ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള ഏറ്റവും നഖശിഖാന്തമായിട്ടുള്ള ആക്രമണം നടത്തിയ ആളായിരുന്നു അദ്ദേഹം. പക്ഷേ അത് കുഞ്ഞുനമ്പ്യാര് ഉള്ള നിലയിൽ എല്ലാവരും അതിനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങളുണ്ടാകും, പുകഴ്ത്തലുണ്ടാകും, അതോടൊപ്പം വർത്തമാനകാല സമസ്യകളെക്കുറിച്ചുള്ള ചേർത്ത് വെക്കലുണ്ടാകും. ഇതെല്ലാം എഴുത്തുകാരുന്നതായിട്ടുള്ള ഏറ്റവും സുതാര്യമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ അവർ കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോലുള്ള ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മളെപ്പോലൊരു വായനക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരൻ ഇത് കേൾക്കുമ്പോൾ അത് അവരെഴുതുന്നതിൻ്റെ ഉള്ളിൽ അവരെ എഴുതാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ തിരുത്തേണ്ടതാണെങ്കിൽ നമ്മൾ തിരുത്താനും നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തരുന്നതാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒക്കെ തയ്യാറാകുമ്പോഴാണ് സാംസ്കാരിക സാഹിത്യകാരന്മാർ അവരെ ബഹുമാനിക്കാനുള്ള അവസരം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ എഴുതി കഴിയുന്നത് എന്നെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചു വരുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചിട്ട് അതിനെയൊക്കെ പുകമറയിൽ നിർത്തിക്കൊണ്ട് പറയുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സാഹിത്യകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാം ഉണ്ട്. അത് വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതിന് സംശയമില്ല. എന്തായാലും പ്രതിഭാതന്മാരായിട്ട് എഴുത്തുകാരെ ജനാധിപത്യ രാജ്യത്തും ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തെളിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം തരും എന്നുള്ളതും സംശയമില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന അഭിനന്ദനായ കുറ്റാകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനിയും അംഗീകാരങ്ങൾ തേടി വരേണ്ട ഒരു മകൻ വ്യക്തിത്വമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നമസ്കാരം. ജയ്.
ഇതെല്ലാം കാവ്യ സുഗന്ധിയായ പൂക്കൾ എന്ന പരിപാടികൾ മൂലം അതിന് കഴിയാത്ത സാഹചര്യമാണ്. ആഘോഷ പരിപാടികൾക്ക് വിജയാശംസകൾ നേരുന്നു. എൻ്റെ മനം നിറഞ്ഞ പിറന്നാൾ ആശംസകളും പ്രാർത്ഥനകളും സദയം സ്വീകരിക്കുമല്ലോ. സ്നേഹപൂർവ്വം ജേക്കബ് മാത്യു, മലയാള മനോരമ. നൽകുന്ന ആദരം ആദരണീയനായ ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. പ്രശസ്തി പത്രവും ഡെമന്റോയുമാണ് നൽകുന്നത്. മലയാള നാടകവേദിയുടെ വസന്തകാല പടയോട്ടങ്ങളിൽ പ്രണയഗാനങ്ങൾ വർഷിച്ച് പ്രേക്ഷകരെ ത്രസിപ്പിച്ച അമൂല്യ പ്രതിഭ പൂച്ചാക്കൽ ഷാഹു. 350 നാടകങ്ങളിൽ